Hello all, welcome back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്കർഷൻ ആണ്. എന്താണ് റിക്കർഷൻ എന്ന് വെച്ചാൽ റിക്കർഷൻ മീൻസ് എ ഫംഗ്ഷൻ കോൾ ബൈ ഇറ്റ് സെൽഫ്. അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ട് ആ ഫംഗ്ഷൻ സ്വയം അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് us ടു റെഡ്യൂസ് ദ പ്രോബ്ലം ടു സിംപ്ലർ. അത് എന്ത് ചെയ്യും, നമ്മുടെ കോഡ് കുറച്ചും കൂടെ ലൈറ്റ് ആക്കിയിടും, കുറച്ചും കൂടെ സിമ്പിൾ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഹിസ്റ്ററി എക്സാമ്പിൾ നോക്കാം. നമ്മൾ ജസ്റ്റ് 1 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻ എഴുതാണ്. ഇൻറ്റ് നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്യണം. ഇൻജെക്റ്റ് ഇൻറ്റ് സം എന്നൊരു ഫംഗ്ഷൻ എഴുതുന്നു. അതിലേക്ക് നമ്മൾ പാരാമീറ്റർ ആയിട്ട് നമുക്കൊരു എക്സ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന 10 ആണെന്ന് വെച്ചാൽ നമുക്ക് ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ എഴുതും, ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെക്ക് ചെയ്യണം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നു റിട്ടേൺ ഇപ്പോഴുള്ള എക്സിന്റെ വാല്യൂ പ്ലസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. സം ഓഫ് എക്സ് മൈനസ് 1. ഓക്കെ, സപ്പോസ് നമ്മളൊരു 2 പറഞ്ഞ വാല്യൂ പാസ് ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന 2 പ്ലസ് നമ്മൾ വീണ്ടും എന്ത് പറയുന്നത് സം ഓഫ് എക്സ് മൈനസ് 1 പറയും. ഗ്രേറ്റർ ദാൻ എക്സ് 0 വലുതാണോ? അപ്പൊ എന്ത് ചെയ്യുക, വീണ്ടും ഈ ഫംഗ്ഷൻ സം ഓഫ് 0 കോൾ ചെയ്യും. ഓക്കെ, അപ്പൊ 0 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ജസ്റ്റ് 0 മാത്രമായിട്ട് റിട്ടേൺ കിട്ടാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞ റിട്ടേൺ 0. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ലൂപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കണ്ടോ, ഇവിടെ ജസ്റ്റ് റിട്ടേൺ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്ന ആ വാല്യൂകളോട് പറയുന്നു, പ്ലസ് നമ്മൾ ഇതേ ഫംഗ്ഷൻ ഉണ്ടോ സം എന്ന് പറഞ്ഞ ഇതേ ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യുന്നു. സം ഓഫ് ഇതിനൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കും. നമ്മൾ 2 കൊടുക്കുന്ന വെച്ചാൽ ഇതിലേക്ക് 1 കൊടുക്കും. നമ്മൾ 10 കൊടുക്കുന്ന വെച്ചാൽ ഫസ്റ്റ് 10 വരും, പിന്നെ എന്ത് വരും സം ഓഫ് 9. വീണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. 9 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 9ന്റെ വാല്യൂടെ വയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും സം ഓഫ് 8. അങ്ങനെ ഈ ഫംഗ്ഷൻ തന്നെ ലൂപ്പ് വരെ വയ്ക്കും. ഓക്കെ, അതിനാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് നോക്കിയാൽ സം നമുക്കൊരു വേരിയബിൾ വേണം, ഇൻറ്റ് റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് kind of percentage d
എന്താ പറയാ, റിസൾട്ട്. ജസ്റ്റ് ആ റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു സം ഓഫ് 3 എന്ന് വെച്ചിട്ട് അതിന്റെ വാല്യൂ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ റിസൾട്ടിൽ കിട്ടുന്നു. ആ റിസൾട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ സം ഓഫ് 3 നമ്മളിവിടെ കോൾ ചെയ്ത് എന്ത് സംഭവിക്കും, ഇവിടേക്ക് 3 വരും. 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, റിട്ടേൺ 3 പ്ലസ് പിന്നെ സം ഓഫ് 2 വിളിക്കും. ഇപ്പൊ 2ന്റെ കേസിൽ എന്ത് വരും, 2 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ 2 പ്ലസ് പിന്നെ എന്ത് ചെയ്യും, 2 മൈനസ് 1 ആക്കും. സം ഓഫ് 1നെ വീണ്ടും കോൾ ചെയ്യും. പിന്നെ സം ഓഫ് 0നെ കോൾ ചെയ്യും. 0നെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺ 0. അങ്ങനെ ഇത് ലൂപ്പിൽ പോകും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേക്കാം. പ്രിന്റ് ചെയ്യാം, ഒന്ന് റൺ കണ്ടോ, സം ഓഫ് 6 കിട്ടി. 1 2 3 6 കിട്ടി. ജസ്റ്റ് നമുക്കൊന്ന് 4 പാസ് നോക്കാം, ബിൽഡ് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. കണ്ടോ 10 കിട്ടി. 6 പ്ലസ് 4 5. ഈ 5 ആണ് കൊടുക്കുന്ന വെച്ചാൽ എത്ര വരും, 15. ബിൽഡ് ചെയ്തു, റണ്ണിങ് കണ്ടോ 15. നമ്മൾ 10 ആണ് കൊടുക്കുന്ന വെച്ചാൽ എത്ര വരും, 55. ബിൽഡ് ചെയ്തു, റൺ കണ്ടോ 55. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിക്കർസീവ് ഫംഗ്ഷൻ. ഇതേപോലെ നമുക്ക് ഒരു സംഖ്യയുടെ എന്ത് വേണം, ഫാക്ടോറിയൽ വേണം. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ, ഒരു 5ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 into 4 into 3 into 2 into 1. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താണ് 5ന്റെ ഫാക്ടോറിയൽ. അപ്പൊ ഇതേ ലോജിക്ക് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഫാക്ടോറിയൽ വന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഈ സമ്മിനെ പകരം നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ആ ഫംഗ്ഷന്റെ പേര് നമ്മൾ ഫാക്ട് ആക്കി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, 2 പറഞ്ഞ വെച്ചാൽ 2 into ഫാക്ട് ഓഫ് 1 പറഞ്ഞ വിളിക്കും. പിന്നെ ഇൻറ്റു ഫാക്ട് ഓഫ് 0 എന്ന് പറഞ്ഞു അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു 0ന്റെ മൾട്ടിപ്ലൈ എന്ത് വരും, റിസൾട്ട് 0 ആണ് വരിക. അതുകൊണ്ട് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. ഇതെന്തായിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് 1 അത് പ്ലാൻ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഈ ഫാക്ട് കോൾ ചെയ്തോണ്ടിരിക്കാം. നമ്മൾ ജസ്റ്റ് ഫാക്ട് ഓഫ് 3 പറയും. എന്തായാലും റിസൾട്ട് 3 into 2 6. റണ്ണ് നോക്കി നോക്കാം, 6 കിട്ടി. ഫാക്ടോറിയൽ ഓഫ് 4 1 into 2 into 3 6 into 4 24. ബിൽഡ് ചെയ്തു, റൺ ചെയ്തു, 24 കിട്ടി. ഇനി 5ന്റെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. ഒന്ന് ബിൽഡ് ചെയ്തു, ഒന്ന് റൺ ചെയ്തു, എത്ര വരും, 120. ഓക്കെ, സോ റിക്കർഷൻ മീൻസ് മേക്കിംഗ് എ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ്. ആ ഫംഗ്ഷൻ തന്നെയാണ് ഇതിൽ വീണ്ടും കോൾ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇങ്ങനെ ഫാക്ടോറിയൽ കാണാനുണ്ടെങ്കിൽ ഈ സമ്മ് കാണാനൊക്കെ നമുക്ക് ഈ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ.